അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി കൂൺ കറിയാണ്, മഷ്റൂം കറിയാണ്. ഞാൻ ഇന്നലെ ഈവനിങ് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അത് 65 രൂപയായി, 150 ഗ്രാമാണുള്ളത്. എനിക്കൊരു പുതിയ അറിവാണ് ഇതിങ്ങനെ പാക്കിൽ കിട്ടുന്നുള്ളത് കേട്ടോ. ഞാൻ പണ്ടൊക്കെ നമ്മൾ പറമ്പിൽ നിന്ന് എടുത്തിട്ടാണല്ലോ അത് കറി വെച്ച് കഴിക്കാറുള്ളത്. ഞാൻ അവസാനമായിട്ട് കഴിച്ചത് 4ലോ 5ലോ പഠിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. എങ്കിലും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ നിന്ന് ഇപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നിയപ്പോൾ വാങ്ങിയതാണ്. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു, ചെറിയ പീസാക്കിയിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു വലിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 പച്ചമുളക് എടുത്തു, വെളുത്തുള്ളി ചതച്ചതും ഉണ്ടായിരുന്നു, തക്കാളിയും, ഇഞ്ചി കൂടെ വേണം കേട്ടോ. പക്ഷേ ഇഞ്ചി ഉണ്ടായിരുന്നില്ല. ഇഞ്ചി ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ചിടണം കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി, കറിവേപ്പിലി, പിന്നെ പച്ചമുളകും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി. കുറച്ച് ഉപ്പും അതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഞാനതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല, പക്ഷെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വിട്ടുപോയതാണ് വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ട് നന്നായിട്ട് അതിനെ നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല രീതിയിൽ അതിനെ കരിഞ്ഞു പോവാതെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ആ വെളുത്തുള്ളി ചതച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ആ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ല രീതിക്ക് ഇളക്കി ഞാൻ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തക്കാളിയുടെ ആ ഒരു ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഞാൻ പിന്നെ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കണ്ണന് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല രീതിക്ക് നമ്മളതിനെ ഇളക്കി യോജിപ്പിച്ചിട്ട് കഴുകി വെച്ചിട്ടുള്ള ഈ കൂണും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്നത് പോലെ നമ്മൾ എടുക്കണം. പിന്നെ ഞാൻ ഈ ഒരു കറിയിലേക്ക് വെള്ളം തീരെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ കൂണ് കഴുകുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ നല്ലോണം ഇതുപോലെ കൂട്ടി വെച്ചിട്ട്, അപ്പോൾ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ കൂണിൽ നിന്ന് തന്നെ അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഞാനൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ കണ്ട വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കത് കിട്ടും. നല്ല എനിക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ടായിരുന്നു. കാരണം അമ്മ വെച്ച് തന്നിട്ടുള്ള പരിചയമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണയും കൂടെ തൂക്കി കൊടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് നമുക്കത് അടച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാനത് അടച്ച് വെച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ചോറ് എടുക്കുകയാണ്. അപ്പോൾ നല്ല റേഷനരിയുടെ ചോറാണ്, നല്ല സ്വാദാണ് കേട്ടോ. ഇതിലേക്ക് എന്ത് കറി ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഈ ചോറിലേക്ക്. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂൺ കറിയും കൂടെ ആഡ് ചെയ്തു. കറി എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും കൂൺ മസാല എന്ന് വേണമെങ്കിൽ പറയാം, ഗ്രേവി ഐറ്റം പോലെയാണ് ഉള്ളത്. ഒരു ഓംലേറ്റ് വെച്ച് കൊടുത്തു. നല്ലൊരു അടിപൊളി നാരങ്ങ അച്ചാറും 1 സ്പൂൺ അതിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ പപ്പടം കൂടെ വെച്ച് കൊടുത്തു. എന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് കൂൺ കറി എടുത്തു. ഒരു പീസ് അതിൻ്റെ ആ കൂണ് കൂടെ എടുത്തു. ഒരു പീസ് നമ്മൾ എന്ത് ചെയ്തു, ഓംലേറ്റ് കൊടുത്തു. എന്നിട്ട് അതിനൊരു ചെറിയ പീസ് പപ്പടം കൂടെ എടുത്ത് പൊടിച്ചിട്ട് അത് നല്ല രീതിക്ക് കുഴച്ചിട്ട് ഒരു ഉരുള ഞാനെടുത്ത് വായിലേക്ക് അങ്ങോട്ട് വെച്ചു. അച്ചാറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉരുള ഞാനെടുത്ത് വായിലേക്ക് വെച്ചു. എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പഴയ കാലത്തേക്ക് പോയ ഒരു പ്രതീതിയായിരുന്നു. എനിക്ക് അടിപൊളി ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കണം. കൂണ് നമുക്ക് പാക്കിൽ തന്നെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ വാങ്ങിയതാണ്. എന്തായാലും എനിക്കൊരു വളരെ സന്തോഷം തോന്നി, നല്ല ഒരു ടേസ്റ്റും തോന്നി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട്
കൂൺ കറീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കൂണ് മസാലേനെ കുറിച്ചിട്ട് പുതിയ റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.